ഞാന് ഈ 2-3-4 ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് ചില ആത്മീയ പാഠങ്ങളെ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ പുസ്തകം ഒന്ന് വായിച്ചിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും. കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് സഹായകരമായി തീരും. ഞാൻ ഈ പുസ്തകങ്ങൾ സാധാരണ പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ പറഞ്ഞാണ് പഠിപ്പിക്കാറുള്ളത്. അതിരാവിലെ സമയം ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ പറയുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പറയാതെ പോയാൽ നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അതൊന്ന് ഓർപ്പിച്ച് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏത് പുസ്തകം എടുത്താലും ആദ്യം ആ പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്പർ 1 എന്ന പോയിന്റ് എഴുതി നിങ്ങൾക്ക് എഴുത്തുകാരൻ എന്ന് നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്യാം. നമ്മൾ എഴുത്തുകാരനെ കുറിച്ച് അറിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, എഴുത്തുകാരനെ അറിഞ്ഞാൽ ആ പുസ്തകത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ എഴുത്തുകാരൻ വളരെ പ്രാധാന്യമായി നിൽക്കുന്നത്. പുരാതന കാലത്ത് ഒരു രീതിയുണ്ട്. ഒരാൾ ഒരു കത്ത് അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വലിയ വലിപ്പത്തിൽ ആ കത്തിന്റെ ആരംഭത്തിൽ എഴുതും. അന്നേരം വായനക്കാര് ഈ ഒരു പേര് കാണുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? അവര് വളരെ സന്തോഷത്തോടെ അതിനെ അംഗീകരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ബൈബിളിന്റെ എല്ലാം പുസ്തകങ്ങളുടെ ആരംഭത്തിൽ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ഒരു ശീർഷകം കാണാൻ സാധിക്കുന്നു. പൗലൂസ്, അപ്പോസ്തലനായ പൗലൂസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലൂസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശീർഷകത്തിൽ എഴുത്തുകാരുടെ പേര് കാണുന്നു. അത് ഒരു പഴയ നിയമ ആചാരമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അവർ അംഗീകരിക്കത്തുള്ളൂ. നമുക്ക് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിലും നമുക്ക് വലിയൊരു തലക്കെട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലൂസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. അന്നേരം എഴുത്തുകാരൻ ആരാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും 2 വാക്യങ്ങളുടെ ഞാൻ അതിനെ ഒരു സഹായകരമായിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, പൗലൂസും, പിന്നെ 2 പേരുടെ പേരോട് വരുന്നുണ്ട്, അതിലേക്ക് ഞാനിപ്പം കിടക്കുന്നില്ല, പൗലൂസും. ഇനി നമുക്ക് 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പ്രത്യേകിച്ച് അവിടെ പൗലൂസ് തന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലൂസായ ഞാൻ. അവിടെ 2-മതൊരു പദം കൂടെ അവിടെ താൻ ഉപയോഗിച്ചുകൊണ്ട് 2 വാക്യശകലങ്ങളിലൂടെ താനെ പ്രൂവ് ചെയ്യുകയാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ഞാനാണ്. അന്നേരം നമുക്കറിയാം, ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതൊന്ന് വിശദീകരിക്കാൻ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കണ്ട. എങ്കിലും ഇതിന്റെ എഴുത്തുകാരൻ പൗലൂസ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സഭാപിതാക്കന്മാരായ ചിലർ പേര് ഞാനൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഐറേനിയസ്, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, തെർത്തുല്യൻ, ഇങ്ങനെ തുടങ്ങിയ സഭാപിതാക്കന്മാരെല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുണ്ട് ഇതിന്റെ എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലൂസ് ശ്ലീഹായാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിയ കാലത്തിലേക്ക് കടന്നു വരാം. 2-ാമത്തെ പോയിന്റ്, AD 51-52 കാലങ്ങളിലാണ് ഈ പുസ്തകം എഴുതിയത്. AD 51-52 കാലങ്ങളിൽ ഈ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുള്ളത്, ബൈബിൾ കാനോനികമായി അംഗീകരിച്ച ഒരു പുസ്തകമായിട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതാണ്. കാനോനികമായി അംഗീകരിച്ച്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ സഭാപിതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് ഇരുണ്ട കാലഘട്ടങ്ങളിൽ ധാരാളം വ്യാജ പുസ്തകങ്ങൾ ഉണ്ടായപ്പോൾ അതിനെയെല്ലാം മാറ്റി ദൈവശ്വാസീയമായ പുസ്തകങ്ങൾ ഏതെല്ലാമാണെന്ന് ക്രോഡീകരിച്ച കൂട്ടത്തിൽ ഈ പുസ്തകം 2-ാമത്തെ കാനോനിക പുസ്തകമായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് AD 51-52 എഴുതിയ ഈ പുസ്തകത്തെ പൗലൂസിന്റെ എഴുത്തുകളിലെ 2-ാമത്തെ കാനോനിക ഗ്രന്ഥമായിട്ട് ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3-ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. എവിടെ നിന്നാണ് പൗലൂസ് ഈ ലേഖനം എഴുതിയത്? അത് നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട്
മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. കാരണം സാധാരണ വായിപ്പിച്ച് നമുക്ക് വിശദീകരിക്കാറുള്ളത്, പക്ഷെ നമുക്ക് അതിനുള്ള സന്ദർഭം ഇപ്പൊ അതിനല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. അവിടെ നമുക്കൊരു വലിയ പ്രത്യേകത കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് താനെ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് ഈ പുസ്തകം എഴുതുവാനായിട്ട് ഇടയായി തീർന്നത്. താനെ കൊരിന്തിലേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഈ തെസ്സലോനിക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ താൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ എതിർപ്പുകൾ വർദ്ധിച്ചു. എതിർപ്പുകൾ വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് താൻ അവിടുന്ന് ബെരോവയ്ക്ക് പോയി. ബെരോവയിൽ വീണ്ടും സുവിശേഷം അറിയിച്ചപ്പോൾ ചില തെസ്സലോനിക്കക്കാർ അവിടെ കടന്നു വന്നിട്ട് അവരെയും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് താൻ എന്ത് ചെയ്തു? അഥേന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് കൊരിന്തിലേക്ക് പോയി. അങ്ങനെ അഥേനയിൽ നിന്ന് ആയിരിക്കുന്ന സമയത്ത് പൗലൂസ് തിമോത്തിയോസിനെ തെസ്സലോനിക്ക പട്ടണത്തിലേക്ക് വിട്ടു. താൻ അവിടെ ചെന്ന് സഭയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മടങ്ങി വന്ന് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഴുതുന്ന ഒരു ലേഖനമാണ് 1 തെസ്സലോനിക്ക ലേഖനം. ഒന്നുകൂടെ പറയാം, 1 തെസ്സലോനിക്ക ലേഖനം എഴുതുവാനുണ്ടായ പശ്ചാത്തലം, കൊരിന്ത്യ സ്ഥലത്ത് നിന്നാണ് താൻ എഴുതുന്നത്. സുവിശേഷം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല സ്ഥലത്തേക്ക് ഓടിച്ചു വിട്ടു. താൻ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിലായിരിക്കുമ്പോൾ തിമോത്തിയോസ് വീണ്ടും തെസ്സലോനിക്ക പട്ടണത്തിൽ പോയി വിവരങ്ങൾ അന്വേഷിച്ച് മടങ്ങി വന്നതിന് ശേഷം കൊടുത്ത റിപ്പോർട്ടിന്റെ ഒരു റിപ്ലൈ ആണ് ഈ 1 തെസ്സലോനിക്ക ലേഖനം. നമുക്ക് ഈ സഭ എന്ന് ആരംഭിച്ചത് എന്ന് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. 4-ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിയെടുത്തു. സഭ എന്നാണ് ആരംഭിച്ചത്. പൗലൂസിന്റെ 2-ാമത്തെ മിഷൻ യാത്രയിലാണ് ഈ സഭ ആരംഭിച്ചത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ചില പേരുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് 17-ന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 17-ന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവർ അംഫിപോലിസിലും അപ്പൊലോന്യയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിൽ എത്തി. എന്തുകൊണ്ടാണ് ഈ 2 സ്ഥലത്തൂടെ കടന്ന് തെസ്സലോനിക്കയിൽ എത്തിയെന്ന് പറയാനുള്ള കാരണം? പൗലൂസിന്റെ ഒരു രീതി എന്താന്ന് വെച്ചാൽ, താൻ ആദ്യം ഒരു പട്ടണത്തിൽ ചെന്നാൽ അവിടെ സിനഗോഗുകൾ ഉണ്ടോ എന്ന് നോക്കും. തന്റെ ശുശ്രൂഷ ഏറ്റവും പ്രധാനമായിട്ട് ജാതികളെ ലക്ഷ്യമാക്കി പോകുന്നു എങ്കിൽ പോലും താൻ ആദ്യം ചെയ്യുന്ന സിനഗോഗുകൾ കണ്ടുപിടിക്കും. സിനഗോഗുകൾ കണ്ടുപിടിച്ചിട്ട് അവിടെ കയറി ന്യായപ്രമാണം എടുത്തിട്ട് അതിലൂടെ യേശു ക്രിസ്തുവാണ് എന്ന് സ്ഥാപിക്കുകയാണ് തന്റെ ഒരു ശുശ്രൂഷയുടെ രീതി. എന്നാൽ ഈ പറയുന്ന ഈ 2 സ്ഥലങ്ങളിൽ സിനഗോഗുകൾ ഇല്ലാഞ്ഞുകൊണ്ട് താൻ എന്ത് ചെയ്തു? നേരിട്ട് യാത്ര ചെയ്ത് തെസ്സലോനിക്ക എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് താൻ എത്തി. ഇവിടെ താന് 3 ശബത്തുകളിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. 17-ന്റെ 2-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 3 ശബത്തുകളിൽ സിനഗോഗുകളിൽ എന്ത് ചെയ്തു? താനെ ദൈവവചന അടിസ്ഥാനമാക്കി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്, അതുപോലെ ഇന്നും ഈ സിനഗോഗുകൾ വർക്ക് ചെയ്യുന്ന 3 ദിവസങ്ങളിലാണ്. ഏതൊക്കെയാന്ന് വെച്ചാൽ തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം. നമ്മൾ അത് വെച്ചൊക്കെ ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 9 പ്രാവശ്യം അപ്പോസ്തലനായ പൗലൂസിന് എന്ത് ചെയ്യാൻ പറ്റി? ഈ സിനഗോഗുകളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. നിങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് തിരിക്കുമ്പോൾ അവിടെ പൗലൂസിന്റെ 3 വിധത്തിലുള്ള പ്രവർത്തന രീതി കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ഒരു സിമ്പിൾ മെത്തഡോളജിയാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യണമെന്നല്ല. അവിടെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: പൗലൂസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തുകളിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, വാദിച്ചു. എന്നിട്ട് 4-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ പറയുകയാണ്, തെളിയിച്ചു. 3-ാമത്തെ പദം ഉപയോഗിക്കുകയാണ്, വിവരിച്ചു. പൗലൂസിന്റെ ഒരു പ്രസംഗ രീതിയാണ്. വാദിച്ചു, തെളിയിച്ചു, വിവരിച്ചു. വാദിക്കുക എന്ന് പറഞ്ഞാല് ഒരു ക്വാറലിംഗ് എന്നൊരു ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു കലഹം ഉണ്ടാക്കാൻ വേണ്ടി വാദിക്കുകയല്ല. വാദിക്കുക എന്നുള്ള പദത്തിന്റെ അർത്ഥം പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്.
അതാണ് അവിടെ ഒന്നുകൂടെ ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമായ ഒരു പദം. പൗലോസ് എന്ത് ചെയ്യുന്നു വെച്ചാല് വാദിച്ചു, തെളിയിച്ചു, വിവരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 17 2-3 വാക്യങ്ങൾ അവിടെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ താൻ മനോഹരമായ നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് എന്ത് ചെയ്തു, താൻ അവിടെ തെളിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കി അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിന്റെ ഫലമായിട്ട് 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 3 ഗ്രൂപ്പുള്ള ആൾക്കാരെ ക്രിസ്തുവിലേക്ക് കടന്നു വരികയാണ്. ആരൊക്കെയാണെന്ന് നോക്കി, 4-ാമത്തെ വാക്യം 17-4 പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അവരിൽ ചിലരും, അതായത് സാധാരണക്കാരായ ഒരു കൂട്ടം ആൾക്കാര്, പിന്നെ പറയുകയാണ് അവിടെ പറയുന്നു ഭക്തിയുള്ള യവനന്മാരിൽ വലിയൊരു കൂട്ടം, അനേക ഗ്രീക്കുകാരെന്ത് ചെയ്തു, കടന്നു വന്നു. 3 വലിയ കൂട്ടം മാന്യ സ്ത്രീകൾ. നോക്കിയേ, സമൂഹത്തിലെ വ്യത്യസ്ത നിലകളിലുള്ള ആൾക്കാര് സുവിശേഷം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, മുമ്പോട്ട് കടന്നു വരുവാനിടയായി. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നും ജനങ്ങള് സുവിശേഷം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നും ജനങ്ങൾ സുവിശേഷം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഞങ്ങളുടെ ദേവാലയത്തിൽ ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു മിഷണറി കടന്നു വന്നപ്പോൾ അദ്ദേഹം പറയാനിടയായി തീർന്നു, പെർസിക്യൂഷൻ അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ. നിലം തൊടാൻ മേലാത്ത നിലയിലുള്ള രീതിയിലുള്ള അവ്യക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ നടുവിൽ അനേകര് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ നടന്നതിനേക്കാളും കൂടുതൽ സ്നാനങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സമയങ്ങളിൽ നടക്കും. സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് ഈ മിഷണറിമാരെയൊക്കെ ഓർത്ത് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. താൻ ഇങ്ങനെ അനേകര് മുമ്പോട്ട് കടന്നു വന്നപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങളൊരു പദം കാണാൻ സാധിക്കുന്നുണ്ട്, അസൂയ ഉണ്ടായി. ഇതിന് പ്രത്യേകം മരുന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് കാണാൻ സാധിക്കുന്നു. അസൂയക്ക് പ്രത്യേകം മരുന്നൊന്നുമില്ല. എന്നാൽ അനേകർ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുന്ന കണ്ടപ്പോൾ ആൾക്കാർക്ക് എന്തുണ്ടായി, അസൂയ ഉണ്ടായി. അതാണ് അവിടെ പ്രശ്നത്തിന് ഏറ്റവും വലിയൊരു വിഷയമായി തീർന്നത്, അല്ലെങ്കിൽ പ്രശ്നം സങ്കീർണമായി തീരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് ലീഹായെ എന്ത് ചെയ്തത്, മറ്റൊരു സ്ഥലത്തേക്ക് അവർ അയക്കുവാൻ ഇടയായി തീർന്നത്. എന്തുവാട്ടെ, ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എഴുത്തുകാരനെ കുറിച്ച് കണ്ടു, എഴുതിയ കാലം കണ്ടു, ഇനി എവിടെ നിന്നാണ് എഴുതിയത്, എപ്രകാരമാണ് ഈ സഭ ആരംഭിച്ചത് എന്ന് നമ്മൾ കണ്ടു. തന്റെ 2ാമത്തെ മിഷൻ യാത്രയിലാണ് തന്റെ ഈ പട്ടണത്തിൽ കടന്നു വന്ന് താൻ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ഭാഗം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഈ തെസ്സലോനിക്ക എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഈ പേര് എങ്ങനെയാ കടന്നു വന്നെന്ന് വെച്ചാൽ, അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ പെങ്ങളുടെ പേരാണ് തെസ്സലോനിക്ക എന്നുള്ള ഈ പേര്. അദ്ദേഹത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ആ സഹോദരിയുടെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫിലിപ്പ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആളുടെ പിതാവായ ഫിലിപ്പാണ് ഈ പേര് താൻ ഇത് കൊടുക്കുവാനിടയായി തീർന്നത്. ഇന്ന് ഗ്രീസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഈ പട്ടണം നിലനിൽക്കുന്നത്. ഇന്ന് ഇതിന്റെ പേര് തെസ്സലോനിക്ക എന്നല്ല, ഇന്ന് ഇതിന്റെ പേര് സലോനിക്ക എന്നുള്ളൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്, സലോനിക്ക. ഇന്ന് ഈ പട്ടണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, നാച്ചുറൽ പോർട്ടുള്ള ലോകത്തിലെ വളരെ പ്രശസ്തമായ ഒരു പട്ടണമാണ് ഈ തെസ്സലോനിക്ക പട്ടണം എന്ന് പറയുന്നത്. നാച്ചുറൽ പോർട്ട്, ആർട്ടിഫിഷ്യൽ പോർട്ടല്ല, നാച്ചുറൽ ആയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് ഇതിനകത്ത് അവിടെ ഉണ്ട്. ഇന്നും ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നു. ഏതാണ്ട് 3 ലക്ഷം അധികം പേര് അവിടെ ഉണ്ട്, കർത്താവിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നു എന്നാണ് ഇതിനകത്ത് അറിയപ്പെടുവാനിടയായി തീർന്നത്. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, എന്തുകൊണ്ടാണ് താൻ ഈ കത്ത് എഴുതുവാനുണ്ടായ കാര്യം? കത്തെഴുതുവാനുണ്ടായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുസ്തകം വായിക്കുമ്പോൾ അറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അറിയാം, പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അവിടെ നിന്ന് ഓടിപ്പോയത്. എന്നാൽ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു, അദ്ദേഹം സുവിശേഷം പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഓടിപ്പോയി എന്ന ചില തെറ്റിദ്ധാരണകൾ അവിടെ ഉണ്ടായി. എന്നിട്ട് ഒന്ന്, പൗലോസ് ഈ കത്തെഴുതുന്നതിന്റെ ഒരു കാരണം താൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇന്നും സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ ഇന്നും കരുതുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഒരു എൻകറേജ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്. 2, ഉപദേശത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഈ കത്ത് അവിടെ പ്രധാനമായിട്ട് എഴുതുന്നത്. ഉപദേശത്തിൽ പ്രധാനമായി ഉറപ്പിക്കുക. ചില തെറ്റിദ്ധാരണകളൊക്കെ അവിടെ ഉണ്ടായി, ചില തെറ്റായ രീതികൾ ഉണ്ടായി.
അതുകൊണ്ട് താൻ എന്ത് ചെയ്യാണ്? ഒന്ന് ധൈര്യപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിന്റെ വരവിനെ കുറിച്ച് ചില തെറ്റായ പഠിപ്പിക്കലുകൾ ഉണ്ടായി. അതെന്താണെന്നറിയാവോ? കർത്താവായ യേശു ക്രിസ്തു വരാൻ പോവുക, അതുകൊണ്ട് ഇനി ആരും ജോലിയൊന്നും ചെയ്യണ്ട. അതാണ് കർത്താവിന്റെ നാളെന്നൊരു പദമൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം. ഫിലിപ്പി എന്ന് പറയുന്ന ഒരു വലിയ പട്ടണത്തിലും, അതുപോലെ ഈയിടെ അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന പട്ടണത്തിലൊക്കെ ഇങ്ങനെ ഒരു തെറ്റായ പഠിപ്പിക്കൽ കടന്നു വന്നു. അവസാനം കർത്താവ് സമയത്ത് വരാഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഒത്തിരി പേര് അവിടെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ വായിക്കാനിടയായി. വലിയൊരു പഠിപ്പിക്കലാണായിരുന്നു അത്. അതിനെയും താൻ എന്ത് ചെയ്യാണ്? പ്രൂവ് ചെയ്യാണ്. മൂന്നാമതൊരു കാര്യം കൂടെ, വിശുദ്ധ ജീവിതത്തിന് താൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. നിങ്ങൾ വിശുദ്ധ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നവരായി തീരണം. ഓക്കെ. എന്നാൽ പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ നമ്മള് പഠിക്കേണ്ട ചില പാഠങ്ങളൊന്ന് നോക്കിയിട്ട് നമുക്ക് പുസ്തകത്തിലേക്ക് ഒന്ന് കിടക്കാം. എനിക്കറിയാം നമ്മുടെ സമയം വളരെ കുറവാണ്. ഞാനൊരു ചെറിയ പശ്ചാത്തലം നിങ്ങൾക്ക് തന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഒരു കാര്യം ഇന്ന് ഈ പഠനം പഠിക്കാൻ തുടങ്ങുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർത്തിരിക്കുക. 4 ആത്മീയ പാഠങ്ങളെ ഞാൻ ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവം ഇന്നും ജനങ്ങളെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു. നിങ്ങൾക്ക് വചനം പഠിക്കുക, ഈ തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. ദൈവം ഇന്നും തന്റെ വേലയ്ക്ക് വേണ്ടി ജനങ്ങളെ ഉപയോഗിക്കുന്നു. എന്റെ പ്രിയമുള്ള ദൈവമക്കളെ, എന്തിനാണ് നമ്മൾ ഇന്ന് ഈ EGM-ഉം അതുപോലെ തന്നെ സംഘടനകളൊക്കെ ഇത്രയും ത്യാഗം സഹിച്ച് രാവിലെ എഴുന്നേറ്റ് ഈ ബൈബിൾ പഠന യാത്രയും ഈ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്നും ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് അവിടെ ഇവിടെയും ചില കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ആരും പ്രവർത്തനം എന്ത് ചെയ്യരുത്? നിർത്തരുത്. അതെപ്പോഴും ഓർക്കണം. പിശാചും മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കും, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് നമ്മളെ എന്ത് ചെയ്യും? ഡിസ്റ്റർബ് ചെയ്യും. അവിടെ അത് നടക്കുന്നു, ഇവിടെ ഇത് നടക്കുന്നു, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇന്നും ദൈവം ആത്മാക്കളെ എന്ത് ചെയ്യുന്നു? തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് ഇന്നും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് പോകാം. കാരണം ദൈവമാണ് അവിടെ വാതിലും വഴികളും എന്ത് ചെയ്യുന്നത്? ഒരുക്കി തരുന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ വളരെ നിസ്സാരമായിട്ട് കടന്നുപോയി അവിടെ പ്രവർത്തനം കഴിഞ്ഞ് കടന്നു വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഒന്ന്, ദൈവം ഇന്നും ജനങ്ങളെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആരും എന്ത് ചെയ്യരുത്? ലിമിറ്റ് ചെയ്യപ്പെടരുത്. അയ്യോ, പ്രവർത്തനം നിന്നുപോയി, അതുകൊണ്ട് നിർത്തിയേക്കാം. അതല്ല, ഇന്നും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു EGM-ന്റെ മിഷൻ യാത്രയിൽ പോകണം. EGM-ന്റെ കൂടെ പോകണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊരു പ്രാർത്ഥിക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്യണം. 2, സുവിശേഷം ഇന്നും ശക്തമായി ജനങ്ങളെ മാറ്റിമറിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു. സുവിശേഷം കേട്ട ഒരു അക്രൈസ്തവയായ ഒരു സഹോദരി, 42 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, അവള് സുവിശേഷം അവിടെ ഉള്ളിൽ ചെന്നപ്പോൾ അവൾ സകലതും വിട്ട് സുവിശേഷത്തിന് വേണ്ടി അവൾ സമർപ്പിക്കപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ EGM-ന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളത് കേട്ട് കാണുമായിരിക്കാം. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ആ നാട്ടുകാരെ അവളെ കൃഷി ചെയ്യാൻ അനുവദിച്ചില്ല. അവള് പറഞ്ഞു, എനിക്ക് കൃഷി ചെയ്തില്ലേലും എന്റെ കുടുംബം പട്ടിണി കിടന്നില്ലേലും കുഴപ്പമില്ല, ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കും. അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? അവൾ ഒരു ദിവസം കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത കൃഷിക്കാര് കടന്നു വന്ന് വലിയൊരു തടി കൊണ്ട് അവളെ തലക്കിട്ട് അടിച്ച് അവളെ അന്ന് കൊന്നു. നിങ്ങൾ നോക്കണം, അവള് വലിയൊരു രക്തസാക്ഷിയായിട്ട് അവൾ മാറിയിട്ട് പോലും അവിടെ ഭർത്താവും കുഞ്ഞുങ്ങളും പറഞ്ഞു, ഈ യേശുവിന് വേണ്ടി ഞങ്ങൾക്ക് വീണ്ടും ജീവിക്കണം, ഞങ്ങൾ ഒരിക്കലും ഈ യേശുവിനെ വിട്ടു പോകത്തില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, സുവിശേഷം ഇന്നും ജനങ്ങളെ മാറ്റിമറിക്കുന്നു. ആൾക്കാർ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാക്കുക. 3, സുവിശേഷത്തിന് വേണ്ടി പിശാച് എതിർത്തു നിൽക്കും, അല്ലെങ്കിൽ പിശാച് ജനങ്ങളെ എഴുന്നേൽപ്പിക്കും. ഇവിടെ നിങ്ങൾ കണ്ടോ, അസൂയ പൂണ്ടിട്ട്, അസൂയ തുടങ്ങിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യനെ പ്രവർത്തിപ്പിക്കുന്ന പിശാചിനെ നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷത്തിനെതിരായിട്ട് പിശാച് അതിശക്തമായിട്ട് എഴുന്നേൽക്കും. അത് നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക.
ഞങ്ങൾ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ചില ആൾക്കാരെ അവിടെ അയച്ച് പിശാച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ വന്നവരെ യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ ഞങ്ങളെ അവിടെ പറഞ്ഞയക്കാനിടയായി. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, പിശാച് എത്ര ശക്തമായി പ്രവർത്തിച്ചാലും കർത്താവ് നമുക്ക് അനുകൂലമാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകാതെ ഓർത്തിരിക്കുക. അത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഡോക്ടർ ബില്ലിഗ്രാമിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്. ഡോക്ടർ ബില്ലിഗ്രാം എപ്പോഴും പറയും, വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ ദ വിക്ടറി, വി ആർ ഫൈറ്റിംഗ് ഫ്രം ദ വിക്ടറി. കാരണം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ഓൾറെഡി വിജയം നേടി. അതുകൊണ്ട് ആ വിജയിച്ച യേശു ക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ പഠനം ഈ ദിവസങ്ങളിൽ നടത്തുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട മൂന്നാമത്തെ പ്രമാണം, പിശാച് വ്യത്യസ്ത നിലകളിൽ വ്യത്യസ്ത ആളിലൂടെ പ്രവർത്തിക്കും. ഒരുപക്ഷെ നമ്മുടെ ഈ ഈജിപ്തിൽ തന്നെയുള്ള ആൾക്കാരിലൂടെ ആയിരിക്കും പിശാച് പ്രവർത്തിക്കുന്നത്. സഹോദരന്മാരെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, വേറെ പരിപാടിയൊന്നുമില്ല, എന്തിനാ വെറുതെ അനാവശ്യമായ പണം കളയുന്നത്? അങ്ങനെയൊക്കെ പിശാച് എന്ത് ചെയ്യും, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാം. പിശാച് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലകളിലൂടെ ആയിരിക്കും പിശാച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക, പിശാചിന്റെ തലകളെ തകർത്തവനാണ് കർത്താവായ യേശു. പിശാചിന്റെ തലയെ കാൽവരി ക്രൂശിൽ തകർത്തു. തലയില്ലാത്ത പാമ്പാണ് പിശാച് എന്നുള്ള കാര്യം മറന്നു പോകാൻ നമ്മൾ രാവിലെ ഓർത്തിരിക്കുക. 4, ദൈവം തന്റെ മക്കളെ വിവിധ നിലകളിൽ സംരക്ഷിക്കുന്നു. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, ഏത് കഠിനമേറിയ സാഹചര്യമായാലും ശരി, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഈ പുസ്തകത്തിന്റെ ഒരു കാതലായ ചില പഠിപ്പിക്കലാണ് മാത്രമാണ് ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നത്. ദൈവം ഇന്നും തന്റെ മക്കളെ പരിപാലിക്കുന്നു. നിങ്ങൾ 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അതിമനോഹരമായ ഒരു പ്രത്യേകത നിങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? അവിടെ പൗലൂസിനെതിരായിട്ട് ജനങ്ങൾ എഴുന്നേറ്റപ്പോൾ ദൈവം എന്ത് ചെയ്യാണ്, അവിടെ ഒരു മനുഷ്യനെ അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കുന്നു. നോക്കിയേ, അവിടെ നമ്മളവിടെ വായിക്കുന്നുണ്ട്, കലഹമുണ്ടാക്കി യാസോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം അവിടെ എന്ത് ചെയ്യാം, എഴുന്നേൽപ്പിക്കുകയാണ്. ആ യാസോൻ കടന്നു വന്ന് എന്ത് ചെയ്യാണ്, പൗലൂസിനെ രക്ഷിക്കുന്നു. പൗലൂസിനെ ശീലാസിനെ ഒക്കെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മറന്നു പോകരുത്. എന്താണ്? ദൈവം നമ്മളെ എന്ത് ചെയ്യും, സംരക്ഷിക്കും. ഏത് പ്രതികൂല സാഹചര്യമായാലും ശരി. ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രത്യേകം എന്റെ മനസ്സിലേക്ക് കൂടി വന്ന സംഭവം പറയട്ടെ. ജമ്മു കാശ്മീരിൽ വർക്ക് ചെയ്യുന്ന മനോജ് എന്ന് പറയുന്ന പുനലൂർ സ്വദേശി, അദ്ദേഹം ഒരു മിഷൻ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഒരു രാവിലെ സുവിശേഷം പറയാൻ പോയ സമയത്ത് ആ ഗ്രാമത്തിൽ വെച്ച് തന്നെ അവിടുത്തെ ഗ്രാമീണരെ തടഞ്ഞിട്ട് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഏതാണ്ട് ഉച്ച വരെ അവരെ തടഞ്ഞു വെച്ചിട്ട് പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ അവരെന്ത് ചെയ്തു, അവിടുത്തെ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തലക്കടിച്ച് കൊല്ലുവാൻ വേണ്ടി അവർ റെഡിയായി നിൽക്കുക. അന്നേരം അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല. അദ്ദേഹം വിചാരിച്ചു, ദൈവമേ, എന്റെ ജീവിതത്തിന്റെ അന്ത്യമാണ്, എനിക്കിനി ഒന്നും സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ വേദപുസ്തകം വലിച്ചു കീറി, അദ്ദേഹത്തിന്റെ ബാഗ് വലിച്ചു കീറി, ഷർട്ട് വലിച്ചു കീറി, തന്റെ പാന്റ് വലിച്ചു കീറി, അങ്ങനെ എല്ലാ രീതിയിലും തന്നെ മാനുഷികമായി ഉപദ്രവിച്ചു. ഇനി അവസാനം തനിക്ക് അല്പശ്വാസം മാത്രമേ ഉള്ളൂ, തന്റെ തലക്കടിച്ച് കൊല്ലുവാൻ വേണ്ടി അവിടുത്തെ പ്രമുഖനായ ഒരു വ്യക്തിക്ക് വേണ്ടി അവർ കാത്തിരിക്കുക. എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഈ മനുഷ്യൻ കടന്നു വന്നപ്പോൾ ഇദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും സാധുവായ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ ഇങ്ങനെ കൊല്ലുന്നത്? എന്താ, അവര് കൊല്ലാൻ ഉപയോഗിച്ച ആള് തന്നെ കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഈ മനുഷ്യനെ അയച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നെങ്കിൽ പൂർണ്ണ സംരക്ഷണം തരുവാൻ ഈ കർത്താവ് മതിയായവനാണെന്നുള്ള പാഠം നമ്മൾ മറന്നുപോകാതെ പഠിച്ചിരിക്കുക. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, കരുതും. അന്നേരം 4 പ്രധാനപ്പെട്ട പാഠങ്ങൾ നമ്മൾ ഇതിന്റെ മുഖവരയായിട്ട് പഠിച്ചിരിക്കുക. 1, ദൈവം ഇന്നും തന്റെ വേലയ്ക്ക് വേണ്ടി ആൾക്കാരെ ഉപയോഗിക്കുന്നു. 2, സുവിശേഷം ഇന്നും ശക്തമായി ജനങ്ങളെ മാറ്റിമറിക്കുന്നു. 3, പിശാച് സുവിശേഷത്തിന് വേണ്ടി എന്ത് ചെയ്യും, ശക്തമായി എഴുന്നേൽക്കും, അല്ലെങ്കിൽ ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. 4, ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും, അതിന് ശക്തമായ സൊല്യൂഷൻ നൽകി, നമുക്ക് പ്രൊട്ടക്ഷൻ നൽകി നടത്തും. നമുക്ക് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഇവിടെ നമ്മൾ ഈ പുസ്തകം തുടങ്ങുമ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു പേര് കണ്ടോ? പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള തെസ്സലോനിക്കർ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യമായി ഓർക്കേണ്ടത് പൗലൂസിന്റെ ഒരു പ്രവർത്തന രീതി എന്താണെന്നറിയോ? പൗലൂസ് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കത്തില്ല. പൗലൂസ് പ്രവർത്തിക്കുമ്പോൾ ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഇന്നും തന്റെ വേലയ്ക്ക് വേണ്ടി
ഒരു ടീമിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ടീം പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം വിശുദ്ധ വേദപുസ്തകം കൊടുക്കുന്നുണ്ട്. താൻ നോക്കിയേ, പ്രത്യേകിച്ച് തന്റെ 1-ാം മിഷണറി യാത്ര, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം വായിക്കുമ്പോൾ എത്രയോ ആൾക്കാരാണ് തന്റെ കൂടെ യാത്ര ചെയ്യുന്നത്. ടീം പ്രവർത്തനത്തിന് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഈ രക്ഷയെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. നമുക്ക് ദൈവം തന്ന രക്ഷ നോക്കിയേ, അതിനകത്തൊരു ടീം പ്രവർത്തനമുണ്ട്. അതായത് സ്വർഗത്തിലെ ഒരു ടീം പ്രവർത്തനം കാണാൻ സാധിക്കും. അതെന്താ? പിതാവായ ദൈവം എന്ത് ചെയ്യുന്നു? രക്ഷാപദ്ധതി തയ്യാറാക്കുന്നു. 2, പുത്രനായ യേശു ക്രിസ്തു ആ പദ്ധതി നടപ്പാക്കിയ പദ്ധതി എന്ത് ചെയ്യുന്നു? അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നടപ്പാക്കുന്നു. ഇനി 3, പരിശുദ്ധാത്മാവ് എന്താണെന്നറിയാവോ? ഈ രക്ഷാപദ്ധതി മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നു. നോക്കിയേ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രക്ഷാപദ്ധതി മനുഷ്യന് മനസ്സിലാക്കുന്നു. അവിടെയും ഒരു ടീം പ്രവർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഇത്രോ മോശയോട് പറയുന്നുണ്ട്. മോശ ഒറ്റയ്ക്ക് കിടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത്രോ മോശയോട് പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ പോയാൽ പണി പറ്റത്തില്ല, എന്റെ മകളും നഷ്ടപ്പെടും, നീയും നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വസ്തനും സമർത്ഥരും കഴിവുള്ളവായ ആൾക്കാരെ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് 50 പേർക്കും 100 പേർക്കും ഒക്കെ എന്ത് ചെയ്യണം? അധിപതികളെ ആയിട്ട് സൃഷ്ടിച്ചിട്ട് ഒരു ടീം പ്രവർത്തനം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈജിയം ഇത്രയും വിജയിക്കുന്നതിന്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെ പോലെയുള്ള ഒരു ടീം ഇതിന്റെ പിന്നിൽ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ടീം പ്രവർത്തനം ദൈവം നമുക്ക് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകി തന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 3 പേരുകളുടെ അവിടെ പൗലോസ്ലീഹ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു, 3 പേരുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? കർത്താവായ യേശു ക്രിസ്തു. ഈ 3 പേരാണ് പൗലോസ്ലീഹ അവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ 3 പേര് ഉപയോഗിക്കാനുള്ള കാരണം? 1, കർത്താവ്. കർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം താൻ ദൈവമാണ്. കർത്താവായ യേശു, യേശു എന്ന് പറയുന്നത് തന്നെ മാനുഷിക സ്വഭാവത്തെ കാണിക്കുന്നു. ക്രിസ്തു എന്നുള്ളത് ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു ടീം വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്വർഗത്തിലെ തൃത്വം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ പ്രാരംഭ ഭാഗം കൂടി അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയട്ടെ. എന്നിട്ട് പൗലോസ് അതിന്റെ ഭാഗത്തിൽ ഇങ്ങനെ എഴുതി പറയാണ്, കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. എന്താ കൃപയും സമാധാനവും? ദൈവത്തിന്റെ കൃപയും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവിക സമാധാനവും ദൈവത്തിന്റെ സമാധാനവും നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ചെറിയ ഈ ചിന്തകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ്ലീഹ പഠിപ്പിച്ച ചില പാഠങ്ങള് മാത്രമല്ല, നമ്മുടെ ഈ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തു ദൈവമായി നമുക്ക് നിത്യസമാധാനം നൽകി ഇന്നൊരു പകല് നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രമല്ല, അനേകരെ കാത്തിരിക്കുന്നു സുവിശേഷം കേൾക്കാനായിട്ട്. നമുക്ക് പോയി ടീമായി പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കാം. കർത്താവിന് ചോദിച്ചാൽ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവനാമം മഹത്വപ്പെടുമാറാണ്.